അവരെ കോട്ടപ്പടി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു ദിവസമാണ് വർദ്ധച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ അയവിറക്കുന്ന ദിവസം. കാരണം വർദ്ധച്ചന് കോട്ടപ്പടിക്കാർക്ക് മാത്രമല്ല ഈ നാട്ടിലെ എല്ലാവർക്കും തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈശോ ഹൃദയ വയലുകൾ തേടി വന്ന ഒരു കർഷകനാണ്. ആ കർഷകൻ്റെ ശിഷ്യനായിക്കൊണ്ട് ഈ ഭൂമിയിലുള്ള മണ്ണിൻ്റെ മണമറിഞ്ഞ് പ്രത്യേകമായിട്ട് കർഷകരെ സഹായിക്കുക, കർഷകൻ്റെ മിത്രമാകുക, പ്രകൃതിയുടെ സ്നേഹിതനാവുക എന്നുള്ള വലിയൊരു ദൗത്യം ഏറ്റെടുത്ത് പ്രകൃതിയുടെ പുണ്യവാനായി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യചരിതനായിട്ടുള്ള വർദ്ധച്ചൻ ഇന്നും ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ചാഴിവിരക്ക്, അതുപോലെ തന്നെയുള്ള കളകൾ കയറി കൃഷിയിടങ്ങളൊക്കെ നശിപ്പിക്കുമ്പോൾ അവിടെ സഹായവുമായിട്ട് എപ്പോഴും വർദ്ധച്ചൻ കടന്നു വരാറുണ്ട്. ഇന്നും നമ്മുടെ ഇത് കൃഷിയിടങ്ങൾ മാത്രമല്ല, നമ്മുടെ ഹൃദയമാകുന്ന വയലുകളിലും ആശ്വാസമായിട്ട് ഹൃദയങ്ങളിലെ കളകൾ നീക്കി മനുഷ്യരെ ആത്മീയതയിലേക്ക്, ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന വലിയ ദൗത്യമാണ് വർദ്ധച്ചൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർദ്ധച്ചൻ എന്നും നമുക്ക് ധാരാളമായിട്ട് അനുഗ്രഹമായിട്ട് തീരട്ടെ. വർദ്ധച്ചനെ കുറിച്ച് പ്രത്യേകമായിട്ട് ഈ ആശയങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് വർദ്ധച്ചനെ കുറിച്ച് 2 പാട്ടുകൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. ഒന്ന്, വയലുകൾ തേടി വന്ന കതിരെ, മനുഷ്യ ഹൃദയങ്ങളെ തേടി വന്ന ഈശോയെ പോലെ തന്നെ ഇവിടെയുള്ള ഹൃദയവയലുകളെ, കൃഷിയിടങ്ങളെ തേടി വന്ന ഒരു വൻകതിരാണ് വർദ്ധച്ചൻ. വീണ്ടും വർദ്ധച്ചനെ കുറിച്ച് നല്ല അനുഗ്രഹങ്ങൾ ഒത്തിരിയേറെ ചൊരിഞ്ഞു കണ്ടപ്പോൾ ഞാൻ വർദ്ധച്ചനെ കുറിച്ച് വീണ്ടും എഴുതി. വർദ്ധച്ചനിലൂടെ വരമാരി ചൊരിയും ഈശോ മിശിഹായ്ക്ക് നന്ദി. അങ്ങനെ വർദ്ധച്ചൻ നമ്മുടെ ജീവിക്കുകയാണ്. ധാരാളമായിട്ട് ദൈവാനുഗ്രഹങ്ങൾ ഈ മനുഷ്യർക്ക് നൽകട്ടെ. എല്ലാവരെയും സ്വന്തം അനുഗ്രഹിക്കട്ടെ. ഇത് വർദ്ധച്ചനിലൂടെ ഈശോയെ എടുക്കാനുള്ള വഴിയായി തീരട്ടെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.